ഞങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നുണ്ട് ഈ ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ ഭാഗമായിട്ട്. ഇതിൻ്റെ ഓർഡർ നൽകിയതു മുതലുള്ള പലിശയും കൂട്ടിയാണ് കളക്ടർ സ്ഥലത്തിന് വിലയിട്ടിരിക്കുന്നത്. അതിനാൽ ഈ സ്ഥലത്തിൻ്റെ വിലയിൽ നിന്നും ഈ പലിശയുടെ തുക എടുത്ത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാകില്ലേ എന്നൊരു സൂക്ഷ്മത ബോധത്തോടെയുള്ളൊരു ചോദ്യമാണ് ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. വളരെ നല്ല ഒരു ചോദ്യമാണ്. ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും സൂക്ഷ്മത കൈവരിക്കുക തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരും. അതിനുള്ള വഴികൾ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരിക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഗവൺമെൻറ് നൽകുന്ന സംഖ്യ, ആ സംഖ്യ പല രൂപത്തിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അതിൻ്റെ വില നമുക്ക് ലഭിക്കുന്നത് ഇപ്പോഴുള്ള വിലയാണ് ഗവൺമെൻറ് നൽകുന്നത്. പക്ഷേ 5 കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടോ ഒക്കെയായിരിക്കും നമുക്ക് അത് കയ്യിലേക്ക് കിട്ടുന്നത്. സ്വാഭാവികമായും ഇപ്പോഴുള്ള വിലയേക്കാൾ മുതലിൻ്റെ വില ഒരുപാട് കൂടിയിട്ടുണ്ടാകും ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്ക്. ഒരുപക്ഷെ 5 കൊല്ലം കഴിയുന്ന സമയത്ത് ഇപ്പോൾ വാങ്ങുന്ന വില ഒന്നുമായിരിക്കില്ല. എന്നാൽ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അതിൻ്റെ നടപടിക്രമങ്ങളും മറ്റുമെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് മറ്റൊരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നോ നമ്മൾ പണം ഈടാക്കുന്നത് പോലെ, വസ്തു വിറ്റ് അതിൻ്റെ പണം നമ്മൾ കൈപ്പറ്റുന്നത് പോലെ ഗവൺമെൻറ് സംവിധാനത്തിൽ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്വാഭാവികമായും അതിന് വരുന്ന ഒരു കാലതാമസത്തിന് ഈ വ്യക്തിക്ക് നൽകുന്ന ഒരു നഷ്ടപരിഹാരം സ്വാഭാവികമായും അവന് കിട്ടേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇവൻ്റെ കാരണം കൊണ്ടല്ല അത് വൈകിക്കുന്നത്. ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് അവന് ലഭിക്കുന്ന പലിശ എന്ന പേരാണ് അതിന് പറയുന്നത് എങ്കിലും 100% അവനാ ലഭിക്കുന്നത് ഹറാമാണ് എന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ എപ്പോഴും സാമ്പത്തിക രംഗത്തുള്ള ഒരു കാര്യം എന്ന നിലക്ക് നമുക്ക് നല്ലത് അതിലെ സൂക്ഷ്മത പുലർത്തുന്നത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മത പുലർത്തുന്നവർക്ക് പ്രതിഫലം അധികമായി നൽകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്നും, അതേപോലെ തന്നെ തഖ്വ കൈവരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്നുമൊക്കെ. അപ്പോൾ നമുക്ക് നല്ലത് എപ്പോഴും സൂക്ഷ്മത കൈവരിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ ഒരു ഹറാമ് നമ്മുടെ സാമ്പത്തിക രംഗത്ത് പെട്ടിട്ടുണ്ട് എങ്കിൽ, ഭക്ഷണത്തിലും നമ്മുടെ ഉപയോഗത്തിലും പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കാത്ത ഒരവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട് നമുക്ക് നല്ലത് സൂക്ഷ്മത പുലർത്തുന്നത് തന്നെയാണ്. എന്നാൽ അത് 100% ഹറാമാണ് എന്ന് പറയാനുള്ള തെളിവില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വല്ലാഹു ആലം.